സംസ്ഥാനത്ത് മെയ് മാസത്തെ ക്ഷേമ പെൻഷനായ 2000 രൂപയുടെ വിതരണം പൂർത്തിയായി. ജൂൺ മാസത്തിലെ പെൻഷൻ തുക 2000 രൂപ ആയിരിക്കുമോ അതോ പുതിയ സർക്കാർ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ 3000 രൂപ തന്നെ ലഭിക്കുമോ എന്നതാണ് എല്ലാവരും ജൂൺ മാസത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ തന്നെ അധികം വൈകാതെ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ധവളപത്രത്തിൽ സംസ്ഥാനം ഇപ്പോൾ 5 ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യത നേരിടുന്നതായി വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സർക്കാരിന് 40,000 കോടിയിലധികം ബാധ്യത കൊടുത്തു തീർക്കാനുമുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുക ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നതിന് പകരം മുൻകാലങ്ങളിലെ പോലെ ഘട്ടം ഘട്ടമായുള്ള വർധനയും സർക്കാർ പരിഗണിച്ചേക്കും. ജൂൺ 19-നാണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നടക്കുന്നത്. ഇതിൽ പെൻഷൻ വർധന ഉൾപ്പെടെ ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളാണ് എത്തുന്നത്. അത്തരത്തിൽ പെൻഷൻ ഉയർത്തുവാനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ ഘട്ടം ഘട്ടമായി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുവാനാണ് കൂടുതൽ സാധ്യത. അതായത് ആദ്യഘട്ടത്തിൽ 200, 300 എന്നിങ്ങനെയൊക്കെ ഘട്ടം ഘട്ടമായി കൂട്ടി 3000 രൂപയിൽ എത്തിക്കുവാനാണ് സർക്കാരിന്റെ ശ്രമം ഉണ്ടാവുക എന്നാണ് പലയിടത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും പെൻഷനിൽ ഒരു വർധനവ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇലക്ഷനുകളെല്ലാം കഴിഞ്ഞതോടെ അനർഹരായിട്ടുള്ളവരെ ഒഴിവാക്കി പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയും ഈ മാസം തന്നെ സജീവമാകും. വീട്ടിൽ AC യും സ്വകാര്യ